ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ മേൽപ്പാലത്തിന്റെ ഇടിഞ്ഞു വീണ ഗേഡർ ഉയർത്തിമാറ്റാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തണമെന്നാണ് ആവശ്യം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഗേഡറുകൾ ഉയർത്താനുള്ള ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തിയോ? നാട്ടുകാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? ഇതിനു മുൻപും ഇത്തരം അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അധികൃതർ ഉത്തരം പറയണം എന്നതാണോ ആവശ്യം? അനുജ, നിലവിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നിലവിൽ ഈ ആളുകൾക്കുള്ള ആക്ഷേപം വലിയ അഴിമതിയുണ്ട്, ഒപ്പം തന്നെ നിർമ്മാണത്തിലൊക്കെ തന്നെ ഇരിക്കുന്ന ഇതിന് വലിയ ബലക്ഷയമുള്ളത് കൊണ്ടാണ് ഇടിഞ്ഞു വീണതെന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ ഇവിടെ പറയുന്നത് ഈ ഗർഡറുകൾ ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല, പൊക്കി ആരെങ്കിലും ഇതിനടിയിൽ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്താൻ സമ്മതിക്കും. പക്ഷേ ഇത് പൂർണ്ണമായും പൊക്കി ഉയർത്തി മാറ്റണമെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തണമെന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കളക്ടർ പറയുന്നത് ഇപ്പോൾ ഈ സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റിയുടെ ഈ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തി ഈ സ്ഥലം സന്ദർശിച്ച ശേഷം ഇത് ഉയർത്തി മാറ്റാനുള്ള നടപടികൾ എടുക്കുമെന്നത് കൂടിയാണ്. ഇനി ഈ കളക്ടറുടെ കൂടി ഒരു പ്രതികരണം നമുക്ക് ഈ ആളുകളുടെ ആവശ്യം വലിയ അഴിമതിയിനകത്തുണ്ട്, വലിയ ബലക്ഷയമുണ്ടെന്നൊക്കെയാണ് നാട്ടുകാരുടെ ആവശ്യം. നോക്കാം, അത് പരിശോധിക്കാം. നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു പറഞ്ഞില്ല എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് EPC മോഡൽ കോൺട്രാക്ട് ആണ്. അപ്പോൾ അത് ഡിസൈൻ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കേണ്ടതാണ്. അപ്പോൾ കമ്പനിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്, ഇത്ര വർഷത്തേക്കുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉത്തരവാദിത്തം നമുക്ക് പരിശോധിക്കാം. സാറിന് അതിലൊന്നും വരാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞില്ലേ, നമ്മൾ ഈ കമ്പനി കൊടുക്കുന്ന ഡിസൈന് നാഷണൽ ഹൈവേയുടെ കൺസൾട്ടൻസി വിങ് ഉണ്ട്, അവർ അപ്രൂവ് ചെയ്തു. അത് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് ഈ സംവിധാനമൊക്കെ ഡിസൈനൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതും ഡിസൈൻ അവർ അപ്രൂവൽ കൊടുക്കുന്നതൊക്കെ. ആ ഡിസൈനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പ്രൊസീജിയർ കൂടെ കടന്നു വരുന്ന സാധനമാണ്. പിന്നെ എന്താ പറ്റിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ല, ഇന്ത്യ മൊത്തം ചെയ്യുന്നില്ലേ, ഇവിടെ ഒരിടത്ത് മാത്രമല്ലല്ലോ കേട്ടോ. അനുജ, അത്തരത്തിലൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ് നിലവിൽ ഇവിടെ നടത്തി വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഈ ആളുകളുടെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിനടുത്ത് തന്നെയാണ്. അവർ താമസിക്കുന്ന ഒരു ഷെഡ് ഭാഗികമായി കൂടി തകർന്നിട്ടുമുണ്ട് ഈ ഗർഡറുകളുടെ ഈ ബീമുകൾ വീണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എപ്പോഴുമുള്ള ജനവാസമുള്ള ജനത്തിരക്കുള്ള ഒരു സ്ഥലത്തു കൂടിയാണ് ഇത്തരത്തിൽ വലിയ ബീമുകൾ, ഈ 4 ബീമുകൾ താഴെ വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും വലിയ പ്രതിഷേധമുണ്ട്. ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടായാലും നിലവിൽ ഇവിടെ ഒരു 75% ഗർഡറുകൾ മേളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇനി ഒരു 1/4% മാത്രമാണ് ഗർഡറുകൾ മേലിലോട്ട് ഉയർത്താനുള്ളത്. അങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന സമയത്താണ് ഇന്ന് രാവിലെ ഈ പകൽ ഇത്തരത്തിൽ 4 ഗർഡറുകൾ അടിയിൽ ആളുകളില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാമോ? നിലവിൽ പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും പറയുന്നത് ഇതിനടിയിൽ ആരും ഇല്ലെന്നാണ്. പക്ഷേ പോലീസിന് ഔദ്യോഗികമായ അത്തരം സ്ഥിരീകരണം വരണമെങ്കിൽ ഇത് ഉയർത്തി തന്നെ മാറ്റി നോക്കണം. അത്തരത്തിലുള്ള പരിസ്ഥിതി ഉയർത്തി ഇവിടുന്ന് മാറ്റാനുള്ള കാര്യം അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധന ഉടൻ ആരംഭിക്കും. അങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് ഇത് ഉയർത്തി മാറ്റി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അനുജ, ശരി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ മേൽപ്പാലത്തിന്റെ ഇടിഞ്ഞു വീണ ഗേഡറുകൾ അത് ഉയർത്തിമാറ്റാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുകയാണ്. അതിനടിവിൽ ആളുകളില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പോലീസിന് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ അത് ഉയർത്തി മാറ്റേണ്ടതുണ്ട്. അതിനുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.